പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് CPM. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങിയവ ഉപേക്ഷിച്ചുകൊണ്ട് ദിവസവും അരമണിക്കൂർ പലസ്തീൻ ഐക്യദാർഢ്യത്തിനായി നീക്കിവെക്കണമെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ആഹ്വാനം. വിവരസാങ്കേതിക മേഖലകളെ പിന്നോട്ടടിക്കുന്ന ഐക്യദാർഢ്യം രാജ്യത്തെ വിവിധ മേഖലകളെ ബാധിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. ആദ്യം MA ബേബിയുടെ വാക്കുകളിലേക്ക്. നിങ്ങൾക്കറിയാം, ഇവിടെ ജന്തർ മന്ദറിൽ 5 ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് പുറമെ ഈ കാലഘട്ടത്തിൻ്റെ വിശേഷതകളും സാധ്യതകളും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 9:30 വരെ എല്ലാവരും അവരുടെ ഫോണുകൾ ഓഫാക്കി വെക്കുക, പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ച് വെക്കുക, ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഈ സമയം നിശ്ചലമായിരിക്കുക. ഈ മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, അവരെല്ലാം മനസ്സിലാക്കും ലോകത്ത് ധാരാളം മനുഷ്യർ പാലസ്തീനിൽ നടക്കുന്ന ഈ മഹാപാതകങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഒരു സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പരിപാടിയിലൂടെ കഴിയും എന്നാണ് കരുതുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇതിനോട് പരസ്യമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടിയിൽ, ഈ ഡിജിറ്റൽ സമരത്തിൽ പങ്കെടുക്കുന്നതിന് ആഹ്വാനം ചെയ്യാൻ CPIM-ന് കഴിഞ്ഞു എന്നുള്ളതിനകത്ത് CPIM-നൊരു ചാരിതാർത്ഥ്യമുണ്ട്. വാർത്തയുടെ വിവരങ്ങളുമായി S. നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. നന്ദഗോപൻ, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ സത്യാഗ്രഹ സമരം എന്നാണ് ഈ സമരത്തെ CPM വിശേഷിപ്പിക്കുന്നത്. 9 മുതൽ രാത്രി 9:30 വരെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം ഉപേക്ഷിച്ച് പലസ്തീൻ ഐക്യദാർഢ്യ ആചരിക്കണമെന്ന് CPM പറയുന്നതിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? നിലിമ, 9 മുതൽ 9:30 വരെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് CPM-ൻ്റെ ആഹ്വാനം. അത് മൊബൈൽ ഫോൺ ആണെങ്കിലും അതേപോലെ തന്നെ ടാബുകളാണെങ്കിലും അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിലും ഒപ്പം തന്നെ ഡെസ്ക്ടോപ്പ് ആണെങ്കിലും ഇത്തരം ഡിജിറ്റലായിട്ടുള്ള ഒരു സംഗതിയും ഉപയോഗിക്കരുത് ഈ അരമണിക്കൂർ നേരം എന്നുള്ളതാണ് പ്രധാനമായും CPM ആഹ്വാനം ചെയ്യുന്നത്. പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ഈ അരമണിക്കൂർ നേരം ആരും മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് പ്രധാനമായും ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ MA ബേബി CPM-യുടെ ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചത്. നമുക്കറിയാം, ലോകമെമ്പാടും ഇപ്പോൾ ഒരു ഡിജിറ്റൽ വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് ലോകം കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഭാരതവും സമാനമായ രീതിയിൽ എല്ലാ മേഖലകളിലും ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത്തരം ശ്രമങ്ങൾക്ക് അതിനെതിരെ ആണിപ്പോൾ CPM നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഡിജിറ്റലൈസേഷൻ എന്നുള്ള സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ CPM ഒരു മുള്ളായി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ലോകമെമ്പാടും ഇത്തരം ഡിജിറ്റൽ സംഭവങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അരമണിക്കൂർ പിന്നോട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ ഇത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു പിന്നോട്ട് വലിയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം CPM അവകാശം, അല്ലെങ്കിൽ പ്രധാനമായും സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ അവകാശപ്പെടുന്നത് കേരളം ഒരു IT ഹബ്ബായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ഏതായാലും CPM-ൻ്റെ ഈ അവകാശവാദം നടക്കുമ്പോൾ തന്നെ അത്തരം നിലപാടുകൾക്ക്, അല്ലെങ്കിൽ IT ഹബ് എന്നുള്ള സ്വപ്നങ്ങൾക്കുള്ള തിരിച്ചടിയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുമുള്ള ഒരു പിന്നോട്ട് വലി കൂടിയാണ് CPM-ൻ്റെ, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM-ൻ്റെ ഈ ആഹ്വാനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും വലിയ രീതിയിൽ ഇതിനെതിരെ വലിയ ട്രോളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കമ്പ്യൂട്ടറും അതേപോലെ തന്നെ ട്രാക്ടറും അടക്കമുള്ളവയ്ക്കെതിരെ സമരം ചെയ്തതാണ് CPM. അന്നവർ അതിനെ ശരിയായി കണ്ടിരുന്നു. എന്നാൽ പിന്നീട് അത് തെറ്റാണ് എന്നുള്ളത് കാലം ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സമാനമായ രീതിയിൽ വീണ്ടും കാലം കടന്നു പോകുമ്പോൾ CPM ഇന്നീ എടുത്ത സമരമുറ അത് തെറ്റായിരുന്നു എന്നുള്ളത് കാലം തെളിയിക്കുമെന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇതിനോടകം തന്നെ ഉയരുന്നു. നീലിമ, ശരി, ഏറെ അപഹാസ്യമായ നിലപാടാണ് ജനറൽ സെക്രട്ടറി MA ബേബി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം നിറയുന്ന പരിഹാസം. വിവരങ്ങളാണ് S. നന്ദഗോപൻ നൽകിയത്.